ട്വൽത്ത് ഫെയിൽ 2023 ഒക്ടോബർ 27 ഇറങ്ങിയ പടമാണിത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യണ ഒരു പടമാണ്. കാരണം ഇപ്പോഴാണ് കുറച്ചുകൂടി ശ്രദ്ധയിൽപ്പെട്ടത് ഈ പടം. തിയേറ്ററിൽ ഇറങ്ങിയിട്ടും അധികം ആരും കാണാതെ പോയൊരു പടമാണ്. ഈ പടത്തിനെ കുറിച്ച് പറയാൻ മനോജ് കുമാർ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ജീവിത ചരിത്രത്തിനെ ആസ്പദമാക്കിയിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്ക് വായിച്ചിട്ട് ഒരാൾ ചെയ്തിട്ടുള്ള പടമാണ് ഈ പടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആളുടെ ജീവചരിത്രത്തിൻ്റെ ഒരു ഡ്രാമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു +2 തോറ്റിട്ടുള്ള ഒരാൾ IPS ഓഫീസർ ആവണ ഒരു കഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉൾഗ്രാമത്തിൻ്റെ ഉള്ളിൽ ദരിദ്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യസന്ധനായ അച്ഛൻ്റെ ഒരു മോൻ്റെ ഒരു കഥയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് മൊത്തത്തിൽ പറയാനാണെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണിത്. ഈ സിനിമ വേറെ കുറേ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇമോഷൻ്റെ ഭാഗത്തായാലും മോട്ടിവേഷൻ്റെ ഭാഗത്തു നിന്നായാലും പോലും നമ്മൾക്ക് അത്രയും വേറെ സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇല്ലേ. കാരണം ഇത് പക്ക നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിനേക്കാൾ മോട്ടിവേഷനായിട്ടുള്ള ഇതിനേക്കാൾ ഇമോഷൻ സീൻസുള്ള സിനിമകൾ കുറേ ഉണ്ട്. ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് അത്ര ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു ഫാൻറ്റസി ഒരു രൂപത്തിലുള്ള ഒരു മോട്ടിവേഷൻ സീൻസോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ സീൻസോ ഒന്നും ഇല്ല ഇതിൽ. നോർമലായിട്ട് കൊണ്ടുപോയിക്കാണ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ് ഒരേപോലെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരേപോലെയാണ്. ഒരു ഏറ്റക്കുറച്ചിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലേ. ഇമോഷൻ സീൻസ് ആയാലും പോലും മോട്ടിവേഷൻ സീൻസ് ആയാലും പോലും പക്ക നാച്ചുറലായിട്ടാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ സീനുകൾ ഇതിലുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള എല്ലാ സിനിമകളിലെ പോലൊക്കെ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. എന്നിരുന്നാൽ കൂടിയും കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു IPS ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കളക്ടർ ആവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന പാവപ്പെട്ട വീട്ടിലത്തെ ആൾക്കാർക്ക്, അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ, ചെയ്യാൻ പോണ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ മസ്റ്റ് വാച്ച് സിനിമകൾ കുറച്ച് അധികമൊന്നും പറയാറില്ല. പക്ഷേ ഇത് മസ്റ്റ് വാച്ച് സിനിമയാണ്. ഫീൽ ഗുഡാണ്, മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. കാരണം എന്ന് പറയുമ്പോൾ +2 തോറ്റിട്ട് പിന്നെ പരീക്ഷ എഴുതിയിട്ട് വീണ്ടും തോറ്റിട്ട് തോറ്റ് അങ്ങനെ അവസാനം ജയിക്കണ ഒരു കഥയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ അവൻ്റെ കൂട്ട് നിൽക്കാൻ കുറേ പേര്, ഇപ്പോൾ അച്ഛനമ്മയും തൊട്ടിട്ട് കൂട്ടുകാരന്മാർ തൊട്ടിട്ട് പ്രേമിക്കണ പെൺകുട്ടി തൊട്ടിട്ട് IPS ആവാൻ വേണ്ടി സഹായിക്കണ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കണ എല്ലാവരുടെയും കൂടിയിട്ടുള്ള എലമെൻറ്റ്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ നമ്മളും അവൻ്റെ കൂടെ നിന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് അവനാവണം എന്നുള്ളൊരു തോന്നിപ്പിക്കണ രീതിയിലാണ് ഈ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നടൻ്റെ പെർഫോമൻസാണ്. അവൻ്റെ പെർഫോമൻസിൻ്റെ അത്രയ്ക്ക് വേറൊരാളുടെ പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. പേഴ്സണലായിട്ടാണ് ഞാൻ പറയണത്. കാരണം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അവൻ്റെ മെയിൻ എന്ന് പറഞ്ഞ ചിരിയാണ്. ഓരോരോ സീനിൽ ആളിലൊരു ചിരിയുണ്ട്, മെയിൻ ചിരിയുണ്ട്. അത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കൊള്ളും. കാരണം ആ ചിരിയിൽ നിന്ന് നമുക്ക് അവനോട് സഹതാപം തോന്നും, നമുക്ക് അവനോട് പാവം തോന്നും, ഒരു സ്നേഹം തോന്നും. നമുക്ക് നമ്മുടെ തന്നെ ഒരു ആരൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ക്യാരക്ടർ അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട്, അങ്ങനെയാണ് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്, അങ്ങനെയാണ് ആ ക്യാരക്ടർ എടുത്തേക്കണത്, പ്ലേസ് ചെയ്തേക്കണതൊക്കെ അടിപൊളിയുണ്ട്. പിന്നെ ഇതേ മോഡൽ തന്നെ ഹൃതിക് റോഷൻ്റെ ഒരു പടമുണ്ട്. ആ പടം ഇതേപോലെയൊക്കെ ആ പടത്തിനെ വെച്ച് ഈ പടം കമ്പയർ ചെയ്യരുത്. കാരണം ആ പടം വേറെ ലെവലിൽ നിൽക്കുന്ന പടമാണ്. പക്ഷേ ആ ഒരു പടം പടത്തിനും ഈ പടത്തിൽ ചില സീനുകൾ നമുക്ക് സാമ്യമായിട്ട് തോന്നും. അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ നമുക്ക് അതിലൊരു പുതുമ തോന്നില്ലെങ്കിലും പോലും കാണാത്തവർക്ക് ഈ പടം അടിപൊളിയാണ്. മൊത്തത്തിൽ ഓൾറൗണ്ട് ഇന്ന് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു പടമാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല പ്രണയമുള്ള ഒരു സിനിമയാണ്. പ്രണയം എന്ന് വെച്ചാൽ അത്രയും പ്രണയമായാലും ഇമോഷനായാലും മോട്ടിവേഷൻ സീനായാലും പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലല്ല അവർ ചെയ്തേക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് നമ്മളിപ്പോൾ ഈ സീനിൽ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ മോട്ടിവേഷൻ സീനായാലും പോലും ഇമോഷൻ സീനായാലും കുറച്ചും കൂടി വേണമെന്ന് തോന്നിക്കണ
തോന്നിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം പക്ക നാച്ചുറലായിട്ട് പക്ക നോർമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിൽ ഓവറായിട്ട് ഒരു സ്ഥലത്ത് ഇവർ ചെയ്തിട്ടില്ല. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഒരു രസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഓൾറൗണ്ട് സിനിമ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ നമുക്ക് പോരാന്ന് തോന്നെങ്കിലും ഈ ഒരു പടത്തിനും അല്ലെങ്കിൽ ഈ ഒരു കഥത്തിനും ഈ കഥയ്ക്കും ഈ ഒരു മേക്കിംഗ് അടിപൊളിയാണ്. ഇതിന് കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സംഭവം ചെയ്തു വച്ചിരിക്കുന്നത്. ഓൾറൗണ്ട് ഐസ് പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര അധികം ഇഷ്ടപ്പെട്ടു എന്ന് ഇല്ല, മസ്റ്റ് വാച്ചാണ്. പക്ഷേ ഹിന്ദി സിനിമകൾ ഞാൻ കുറവാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ കുറച്ച് ഒരു ഹിന്ദി സിനിമകളോടൊക്കെ അത്ര താല്പര്യം കുറവാണ്. ചിലപ്പോൾ അതിൻ്റേതായിരിക്കാം. നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ചാണ്, ഫീൽ ഗുഡാണ്. പിന്നെ ഒരു മോട്ടിവേഷനും കൂടിയാണ് ഈ സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എന്തായാലും നിങ്ങൾക്ക് സമയം വേസ്റ്റ് വലിയ പടം കണ്ടു കഴിഞ്ഞാൽ. OTT റിലീസായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ.